ഈ മൗലവി വലിയ പ്രഖ്യാപനം നടത്തുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മളൊക്കെ പ്രതീക്ഷയോടെ കാത്തിരുന്ന് അവസാനം മലയിതാ വന്ന് എലിയെ പ്രസവിച്ചു പോയിരിക്കുന്നു. എന്താണ് അദ്ദേഹം ഒന്ന് പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞ വാദം നിങ്ങൾക്ക് കാണാം. ആ വാദം നോക്കൂ നിങ്ങൾ. CM മടവൂര് മുദബ്ബിറുൽ ആലമാണ്, അതിലും മേലെയാണെന്ന കാന്തപുരം സമസ്തയുടെ വാദം ശിർക്കും കുഫറുമാകുന്നു. ഇതാണ് അദ്ദേഹം ഉന്നയിച്ച ഒന്നാമത്തെ വാദം. നോക്കൂ നിങ്ങൾ, ഇദ്ദേഹത്തിൻ്റെ ഒരു അധപ്പതനം എത്രമാത്രമാണ്. ഈ അനസിൻ്റെയും ആ അനസ് വഹാബി ഗ്രൂപ്പിൻ്റെയും അധപ്പതനം എത്ര ആഴത്തിലുള്ളതാണ് എന്ന് ബോധ്യപ്പെടാൻ ഇതിലും വലിയ തെളിവ് വേറെ എന്ത് വേണം? നമ്മുടെ മുമ്പിൽ വന്നിരുന്ന് സുന്നത്തി ജമാഅത്തും വഹാബികളും തമ്മിലുള്ള തർക്കവിഷയം ഒന്നുപോലും നിവർന്നു നിന്ന് പറയാൻ ധൈര്യമില്ലാത്ത വിധം, കെൽപ്പില്ലാത്ത വിധം തകർന്നടിഞ്ഞുപോയി വഹാബികൾ. എന്നിട്ടിപ്പോൾ കൊണ്ടുവന്ന ഒരു വാദം, നമ്മുടെ മേലിൽ കൊണ്ടുവന്നൊരു വാദമാണിത്. ഇങ്ങനെ ഒരു വാദം ഞങ്ങൾക്കില്ലേ മൗലവി? നമുക്കില്ലാത്ത ഒരു വാദം നമ്മുടെ മേലിൽ അടിച്ചേൽപ്പിക്കാം, എന്നിട്ട് സംവാദത്തിന് വിളിക്കാം. ഇങ്ങനെ ഇവിടെ ഞങ്ങൾ സുന്നത്തി ജമാഅത്തിൻ്റെ ഏത് പ്രാമാണികമായ രേഖയിലാണ് ഇങ്ങനെ ഒരു വാദം ഞങ്ങൾക്കുള്ളതായി തെളിയിക്കാൻ പറ്റുന്നത്? അനസിനെ വെല്ലുവിളിക്കുകയാണ്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെയോ അതുപോലെ ഞങ്ങളുടെ പ്രസ്ഥാനത്തിൻ്റെയോ ആധികാരികമായ ഏത് രേഖയിലാണ് ഇങ്ങനെ ഒരു വാദം ഞങ്ങൾക്കുള്ളതായിട്ട് ഉള്ളത്? എൻ്റെ പൊന്നു സാധുവേ, നിങ്ങളെ കൊണ്ടാവുന്ന പണിയെടുത്താൽ പോരെ. ഈ വെല്ലുവിളി എന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെ കേൾക്കുമ്പോൾ ആളുകൾ എന്തൊക്കെയാണ് വിചാരിക്കുക? വെല്ലുവിളിക്കുകയാണ് ഞാൻ. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ആദ്യം പറഞ്ഞത് പിന്നെയും നമുക്ക് കുറച്ചൊക്കെ ഇവരങ്ങനെ നമ്മളുമായി വാദപ്രതിവാദത്തെ വിഷയമല്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒഴിയാണ് അതും മനസ്സിലാക്കാം. അങ്ങനെ ഒരു 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 സമാധാനത്തിനെങ്കിലും ഒരു തൽക്കാലം തടിത്തപ്പാൻ വേണ്ടി പറഞ്ഞ ഒരു വർത്താന നിലക്കെങ്കിലും മനസ്സിലാക്കാം. ഇപ്പോഴെന്താ പറഞ്ഞത്? ഞങ്ങൾക്ക് ആ വാദമില്ല, തെളിയിക്കാൻ വെല്ലുവിളിക്കുന്നു. നിങ്ങൾ വാദപ്രതിവാദത്തിന് വാ, തെളിയിച്ചു തരാം. നിങ്ങൾ വാദപ്രതിവാദത്തിന് വാ, നിങ്ങൾക്ക് ആ വാദമുണ്ടെന്ന് തെളിയിച്ചു തരാം. മനസ്സിലാക്കണം, ഞങ്ങളത് നിങ്ങൾക്ക് ആ വാദം ഉണ്ടെന്ന് തെളിയിക്കാൻ കഴിയാതെ വാദം എഴുതുമോ? എന്ത് മനുഷ്യന്മാരാ നിങ്ങൾ? നിങ്ങളെന്താ പറഞ്ഞത്? ഞങ്ങൾക്ക് ആ വാദം ഉണ്ട് എന്ന് തെളിയിക്കാൻ വെല്ലുവിളിക്കുകയാണ് സാധു. മനസ്സിലാക്കണം, ഔദ്യോഗികമായി ആരെഴുതി, എവിടെ എഴുതി? അദ്ദേഹം ചോദിക്കാൻ തെളിയിക്കാൻ പറ്റുമോ? മനസ്സിലാക്കണം, ഞങ്ങൾ എഴുതിയത് ഞാൻ പറഞ്ഞല്ലോ, അത് അളന്നു കുറിച്ചെഴുതിയതാണ്. CM മടവൂർ മുദബ്ബിറുൽ ആലമാണ്, അതിലും മേലെയാണെന്ന കാന്തപുരം സമസ്തയുടെ വാദം ശിർക്കും കുഫറുമാകുന്നു എന്ന് ഞങ്ങൾ എഴുതിയത്. ഒന്നും കാണാതെ ഒരു വാദം എഴുതും എന്ന് നിങ്ങൾ ഞങ്ങളെക്കുറിച്ച് ധരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അവസ്ഥ വളരെ പരിതാപകരം എന്നേ പറയാനുള്ളൂ. അതാണ് ഈ സാധുവിൻ്റെ അവസ്ഥ. ഇനി എന്താണ് അതിന് വെല്ലുവിളിച്ചത്? സമയം കളയണ്ട. ഞങ്ങളത് വാദപ്രതിവാദത്തിന് തെളിയിക്കാമെന്ന് പറഞ്ഞാൽ മതി. പക്ഷേ നിങ്ങൾ അത് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ആ വാദം ഇല്ല എന്നൊക്കെ പറഞ്ഞാൽ, അങ്ങനെ പറഞ്ഞൊഴിഞ്ഞു പോയാൽ എങ്ങനെയാണ് ശരിയാവുക? അതെങ്ങനെയാണ് ശരിയാവുക? അതുകൊണ്ട് തന്നെ നിങ്ങൾ വാദപ്രതിവാദത്തിന് വരാൻ നിങ്ങൾക്ക് ഞങ്ങൾ എഴുതിയ വാദമുണ്ട് എന്ന് ഞങ്ങളുടെ ഔദാര്യം കൊണ്ട് ഇപ്പോൾ തെളിയിക്കണം. ഇപ്പം തെളിയിക്കേണ്ട കാര്യമൊന്നുമില്ല. വരണോ സംവാദത്തിന്, അവിടുന്ന് ഞങ്ങൾ തെളിയിച്ചു തരുമെന്ന് പറഞ്ഞാൽ മറുപടിയാണ്. പക്ഷേ നിങ്ങളിങ്ങനെ കണ്ണിൽ പൊടിയിട്ട് ഊരിപ്പോകാൻ പാടില്ല. അതുകൊണ്ട് ഞങ്ങളുടെ കയ്യിൽ അതുമായി ബന്ധപ്പെട്ട രേഖകൾ ഞങ്ങൾ എണ്ണി 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 വെച്ചിട്ടുണ്ട്. എന്നാൽ ഒന്ന് മാത്രം ഇപ്പോൾ കാണിക്കാം. ഇത് എൻ്റെ കയ്യിലുള്ളത് അൽ മൗലിദുൻ നൂരി ലിൽ ഗൗസിൽ മടവൂരി എന്നാണ്. ഞാൻ ഈ വാദം എഴുതുമ്പോൾ അതിനെ അവലംബിച്ചത് ഈ പറയുന്ന പുസ്തകമാണ്. ഈ പുസ്തകമാണ് ഞാൻ അതിനു വേണ്ടി അവലംബിച്ചിട്ടുള്ളത്, നിങ്ങളുടെ വാദമായി എഴുതാൻ അവലംബിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് നിങ്ങളുടെ ഔദ്യോഗികമാണ് എന്നെങ്ങനെ കാണണം? എങ്ങനെ തെളിയിക്കണം? ദാ ഇതിൻ്റെ 3-ാമത്തെ പേജ്, ഈ 3-ാമത്തെ പേജ് വളരെ കൃത്യമായി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ 3-ാമത്തെ പേജിൽ കാണാം തഖ്രീറു സുൽത്താനിൽ ഉലമ ഫളീലത്തു ശൈഖ് അബൂബക്കർ അഹ്മദ് അൽ മലൈബാരി. ആളെ തിരിയോ? ഔദ്യോഗികമാണോ? ഈ സമസ്ത ഔദ്യോഗിക സമസ്തയിൽ നിന്ന് പിളർത്തി അത് വേറൊരു സമസ്തയാക്കി മാറ്റി. മാത്രമല്ല, ഞാൻ കഴിഞ്ഞ എൻ്റെ പ്രസംഗത്തിലും അല്ലാത്ത പ്രസംഗങ്ങളിലുമൊക്കെ പറയുന്നത് പോലെ മുടി മുതൽ, അതുപോലെ തന്നെ പൊടി മുതൽ, അതുപോലെ തന്നെ കോട്ട് മുതൽ എന്തൊക്കെ കിട്ടുമോ അതൊക്കെ കൊണ്ടുവന്ന് കച്ചവടം ചെയ്ത് ഈ സമൂഹത്തിൻ്റെ മുന്നിൽ എല്ലാ നിലക്കും ഈ സമൂഹത്തെ ചന്തയായി പ്രഖ്യാപിച്ച്
കേവലം ദീനിനെ കച്ചവടച്ചരക്കാക്കിയ ഷെയ്ഖ്, നിങ്ങളുടെ ഷെയ്ഖ്, നിങ്ങൾ ബഹുമാനിക്കുന്ന ഷെയ്ഖ് അഥവാ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ അദ്ദേഹം എഴുതി കൊടുത്ത തഖ്രീറാണ്. ആ തഖ്രീർ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹില്ലദീ സക്കാ നഫ്സൽ ഔലിയാ എന്ന് പറഞ്ഞ നുഫൂസൽ ഔലിയാ എന്ന് പറഞ്ഞ തുടങ്ങുന്നത്. അവിടെ ബിസ്മി പറഞ്ഞ് ഹംദ് പറഞ്ഞ് സലാമുൻ ചൊല്ലി എന്നിട്ട് അമ്മാ ബഅദ് പറഞ്ഞിട്ട് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ പറയാണ് ഫഖദ് ഖറഅതു ഹാദിഹി സുഫഹാത്ത് അൽ മുബാറക ഫീ മദ്ഹി സയ്യിദി വ ശൈഖിൽ ഖുത്ബുർ റബ്ബാനി റഈസ് الزاهدين മുഹമ്മദ് അബൂബക്കർ അൽ മടവൂരി ഖദ്ദസല്ലാഹു തആല സിറഹുൽ അസീസ് الذي كان من كبار أولياء കേരള في أوائل هذا القرن الهجري എന്ന് പറഞ്ഞു തുടങ്ങിയിട്ട് ഞാനിത് വായിച്ചു, എനിക്കിത് ബോധ്യപ്പെട്ടു. ഇത് വായിച്ചു എന്ന് മാത്രമല്ല, ഇത് മദ്ഹാണ്. ആരെക്കുറിച്ചുള്ള മദ്ഹാണ്? എൻ്റെ സയ്യിദായ, എൻ്റെ ശൈഖായ, ഖുതുബായ, അതുപോലെ റഈസുസ്സാഹിദീനായ മുഹമ്മദ് അബൂബക്കർ അൽ മടവൂരി എന്ന് പറഞ്ഞാൽ CM മടവൂര്, അദ്ദേഹത്തിൻ്റെ മദ്ഹാണ്. സിറഹുൽ അസീസ് ഒക്കെ പറഞ്ഞ് ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് ഒക്കെ പറഞ്ഞിട്ട് അദ്ദേഹം പറയാണ് അല്ലദീ കാന മിൻ കിബാരി ഔലിയാ കേരള, കേരളത്തിലെ വമ്പൻ ഔലിയാക്കളിൽപ്പെട്ടയാളാണ് എന്നൊക്കെ പറഞ്ഞ് തഖ്രീർ എഴുതിയിട്ട് അദ്ദേഹം പറയുന്നു തജ്ദുറു അൻ തുഖറഅ ഫിൽ ബുയൂതി വൽ മജാലിസി, ഈ പറയുന്ന ഈ അൽ മൗലിദുൻ നൂരി ലിൽ ഗൗസിൽ മടവൂരി എന്നത് നിങ്ങളുടെ വീടുകളിൽ വായിക്കണം, മജ്ലിസുകളിൽ വായിക്കണം. ഇതിൻ്റെ എല്ലാ ബറക്കത്തും അതുവഴി നിങ്ങൾക്ക് കിട്ടും, ഇതിൻ്റെ എല്ലാവിധ റഹ്മത്തും അതുവഴി കിട്ടും. അങ്ങനെ ഇതാ അബൂബക്കർ മുസ്ലിയാർ തഖ്രീർ എഴുതി കൊടുക്കുകയാണ്. അദ്ദേഹം പറയുന്നു ഞാനിത് വായിച്ച് ബോധ്യപ്പെട്ടതാണ്, അല്ലാതെ വെറുതെ എന്തെങ്കിലും പണ്ട് പേരോട് പറഞ്ഞതുപോലെ അവതാരിക എഴുതി കൊടുക്കുമ്പോൾ ആരെങ്കിലും അത് വായിച്ചു നോക്കിയിട്ടാണ് അവതാരിക എഴുതി കൊടുക്കുക. ഒരു ബുക്കിങ് കൊണ്ടുവന്നാൽ ഒരു അവതാരിക ഇങ്ങോട്ട് എഴുതി കൊടുക്കല്ലേ എന്ന് പറഞ്ഞു പോകാൻ പറ്റില്ല. സാക്ഷാൽ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ ഞാനിത് വായിച്ചു ബോധ്യപ്പെട്ടു എന്ന് പറഞ്ഞ തുടങ്ങുന്നത് ഫഖദ് ഖറഅതു, വെറും ഖറഅതു അല്ല, ഫഖദ് ഖറഅതു, ഒരു നിലക്ക് നിഷേധിക്കാൻ കഴിയാത്ത താക്കീതൊക്കെ ഇട്ട് ശക്തിപ്പെടുത്തി ഉറപ്പിച്ച് പറയാണ് ഉറപ്പായും ഞാനിത് വായിച്ചിട്ടുണ്ട് എന്ന്. അങ്ങനെ എഴുതിയിട്ട് അതിൻ്റെ ചുവട്ടിൽ ഫളീലത്തു ശൈഖ് അബൂബക്കർ അഹ്മദ് അൽ മലൈബാരി ഹഫിളഹുല്ലാഹു തആല അൽ അമീനുൽ ആം ലിജംഇയ്യത്തി ഉലമാ അഹ്ലി സുന്ന വൽ ജമാഅ ബിഉമൂമിൽ ഹിന്ദ്, കേരള പോലുമല്ല, അഖിലേന്ത്യാ സെക്രട്ടറിയായ ജമിയത്തുൽ ഉലമയുടെ അഖിലേന്ത്യാ സെക്രട്ടറിയായ അബൂബക്കർ മുസ്ലിയാർ 2012 19-ാം തീയതി 5-ാം മാസത്തിൽ എഴുതി ഒപ്പിട്ട് കൊടുത്തു. ആ രേഖയാണ് നിങ്ങൾ കാണുന്നത്. എന്ന് മാത്രമല്ല, ഇതിലാ രേഖപ്പെടുത്തിയത് അബൂബക്കർ മുസ്ലിയാർ വായിച്ച് തഖ്രീർ ചെയ്ത ഈ പുസ്തകത്തിലാ പറഞ്ഞത്. നിങ്ങളുടെ ഔദ്യോഗിക രേഖയായി തന്നെ വായിക്കാൻ കഴിയുന്നിടത്താ പറഞ്ഞത്. ഖാല ലീ മുദർരിസുൻ, എന്നോടൊരു മുദർരിസ് പറഞ്ഞു, കാന യഅതി അൽ ഗൗസ കതീറൻ ലിൽ ഇസ്തിമാൻ, അദ്ദേഹം ഈ CM മടവൂരിൽ നിന്ന് ഒരുപാട് സഹായം കിട്ടിയ ആളാണ്. അങ്ങനെയുള്ള എൻ്റെ മുദർരിസ് പറഞ്ഞു, എന്നോടൊരു മുദർരിസ് പറഞ്ഞു. എന്താ മുദർരിസ് പറഞ്ഞത്? ഖാല ലഹു, ആ മുദർരിസ് CM മടവൂരിനോട് പറഞ്ഞു, അന അഖൂലു അൻക, ഞാൻ നിങ്ങളെക്കുറിച്ച് പറയുന്നത് ഖുതുബുൽ അഖ്താബി വ മുദബ്ബിറുൽ ആലം. കണ്ടോ, എവിടുന്നാ വായിക്കേണ്ടത്? എന്താ നിങ്ങൾക്ക് കിട്ടേണ്ടത്? ഔദ്യോഗിക രേഖയല്ലേ. ആ ഔദ്യോഗിക രേഖയിൽ കാണുന്നു അന അഖൂലു അൻക, ഓ CM മടവൂരേ, ഞാൻ നിങ്ങളോട് പറയുന്നു ഖുതുബുൽ അഖ്താബ്, നിങ്ങളെക്കുറിച്ചുള്ള എൻ്റെ അഭിപ്രായം നിങ്ങൾ ഖുതുബുൽ അഖ്താബാണ് എന്നാണ്. മാത്രമല്ല മുദബ്ബിറുൽ ആലം, നിങ്ങൾ മുദബ്ബിറുൽ ആലമാണ് എന്നാണ്. ആ സന്ദർഭത്തിൽ അതിനെ വിസമ്മതിക്കുകയാണോ മടവൂര് ചെയ്തത്? അല്ല. ഫഅബാൻ, അദ്ദേഹം ഒന്നുകൂടെ വ്യക്തമാക്കി വിശദീകരിച്ചു കൊടുക്കുകയാണ്. എങ്ങനെ വിശദീകരിച്ചത്? ഫൽമദുഹു യഖ്സുറു അംബുലൂഗിൽ മഖ്സുദി, ഞാനതൊന്നുമല്ല, അതുക്കും മേലെയാണ്. ഞങ്ങൾ വാദത്തിൽ എഴുതിയ വാചകം അതാണ്. CM മടവൂര് മുദബ്ബിറുൽ ആലം മാത്രമല്ല, അതുക്കും മേലെയാണ് എന്ന കാന്തപുരം സമസ്തയുടെ വാദമെന്ന് ഞങ്ങൾ കയ്യിൽ നിന്നിട്ട് എഴുതിയതല്ല. ഞങ്ങൾക്കറിയാം, ഒരു സംവാദത്തിന് വാദം എഴുതുമ്പോൾ
നിങ്ങൾക്ക് ആ വാദമുണ്ടെന്ന് പറയുമ്പോൾ സ്വാഭാവികമായും മറുഭാഗത്ത് വരുന്നയാൾ ചോദിക്കും, എവിടെ മൗലവി ഞങ്ങൾക്ക് ആ വാദമുണ്ട് എന്നുള്ളതിന് തെളിവ്? അത് നോക്കാതെയും പറയാതെയും ഞങ്ങളൊരു വാദം എഴുതുമെന്ന് വിചാരിച്ചത് അസീസ് സഖാഫിയാണെങ്കിൽ അസീസ് സഖാഫിക്ക് വാദപ്രതിവാദത്തിന്റെ ബാലപാഠം പോലും അറിയില്ല. എന്നിട്ടല്ലേ നൗഷാദ് അസരിയുടെ നട്ടല്? മനസ്സിലാക്കണം, നിങ്ങൾ നൗഷാദ് അസരിയുടെ നട്ടലില്ല എന്ന് പറഞ്ഞല്ലേ ചാടി ഇറങ്ങി വന്നത്. ആ സംഘടനയിൽ ഇപ്പോഴത്തെ അവസ്ഥ ആ ഒരു പരിതാപാവസ്ഥയിലാണ് എന്ന് പറഞ്ഞുകൊണ്ടല്ലേ ചാടി എഴുന്നേറ്റ് വന്നത്. എന്നാൽ നിങ്ങൾക്ക് സംവാദത്തിൻ്റെ ബാലപാഠം പോലും അറിയില്ല, ഞങ്ങളെക്കുറിച്ചൊരു ധാരണയും നിങ്ങൾക്കില്ല എന്ന് നിങ്ങളുടെ ഈ വിശദീകരണത്തിലൂടെ മനസ്സിലായി. നിങ്ങൾ പറയാം ഞങ്ങൾക്ക് ആ വാദം ഉണ്ടെന്ന് തെളിയിക്കും മൗലവി. നിങ്ങൾക്ക് ആ വാദമില്ലെങ്കിൽ നിങ്ങൾക്കങ്ങനെ ഒരു വാദമുണ്ട് എന്ന് എഴുതി വാദപ്രതിവാദത്തിന് ഞങ്ങൾ വരില്ല കൂട്ടരെ. ഞങ്ങൾ ഇതൊക്കെ തപ്പിപ്പെറുക്കി പരിശോധിച്ച് അടയാളപ്പെടുത്തി മാർക്ക് ചെയ്ത് വെച്ചതിന് ശേഷമാണ് എഴുന്നേറ്റ് നിൽക്കുക. ഇനി നിങ്ങൾ മനസ്സിലാക്കിക്കോ, ഇത് കേട്ടപ്പോ മടവൂര് അത് വ്യക്തമാക്കി കൊടുത്ത് ഫൽമദുഹു യഖ്സുറു അംബുലൂഗിൽ മഖ്സിദി എന്ന് പറയുക മാത്രമല്ല വതബസ്സമ ബിബയാൻ. കണ്ടോ, വതബസ്സമ ബിബയാൻ. കാന്തപുരം തഖ്രീർ എഴുതിയ അൽ മൗലിദുൻ നൂരി ലിൽ ഗൗത്തിൽ മടവൂരി എന്ന് പറയുന്ന ഈ കിതാബിലാണ് പറഞ്ഞത്. ഇത് കേട്ടപ്പോൾ നിങ്ങൾ അതേ മുദബ്ബിറുൽ ആലമാണ് ഖുതുബുൽ അഖ്താബാണെന്ന് കേട്ടപ്പോൾ ഫതബസ്സമ ബിബയാൻ, അർത്ഥഗർഭമായി അദ്ദേഹം ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു അതുക്കും മേലെയാണ്. മനസ്സിലാക്കണം, ഇത് നിങ്ങളുടെ വാദമല്ലെന്ന്, ഞങ്ങൾക്ക് ഈ വാദം അറിയില്ലെന്ന്. ആരാണ് ഔദ്യോഗികമായ വാദം പറഞ്ഞതെന്ന്, ആരാണ് ആ വാദമുള്ളത് എന്ന്. അതുകൊണ്ടാ മുദബ്ബിറുൽ ആലം എഴുതിയപ്പോ നിങ്ങൾ മനസ്സിലാക്കണം, ആ മുദബ്ബിറുൽ ആലം എന്നല്ലാതെ അതിൻ്റെ പരിഭാഷ പോലും ഞങ്ങൾ വാദത്തിൽ എഴുതിയിട്ടില്ല. മുദബ്ബിറുൽ ആലത്തിന് മലയാളം ഉണ്ടാവുമല്ലോ, ആ മലയാളം പോലും ഞങ്ങളുടെ വാദത്തിൽ എഴുതിയിട്ടില്ല. ഞങ്ങൾ അളന്ന് കുറിച്ചെഴുതിയതാണ്. ഞങ്ങൾക്ക് അതൊക്കെ വരാനുണ്ട്, നിങ്ങളെ സംവാദത്തിലിട്ട് കറക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ അളന്ന് കുറിച്ചാണ് എഴുതിയത്. ഞങ്ങൾക്ക് വേണമെങ്കിൽ മുദബ്ബിറുൽ ആലം നാട്ടുകാർക്ക് മനസ്സിലാക്കിക്കോട്ടെ എന്ന് വിചാരിച്ച് അതിൻ്റെ അർത്ഥം എഴുതാലോ. ഞങ്ങൾ അർത്ഥം പോലും എഴുതിയിട്ടില്ല. അതാ പറഞ്ഞത്, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളിത് അളന്ന് കുറിച്ചു തന്നെ എഴുതിയ വ്യവസ്ഥയാണ്. നിങ്ങളുടെ കൊരക്കിനാണ് ഞങ്ങൾ പിടിച്ചിട്ടുള്ളത്, നിങ്ങളുടെ ഹൽക്കിനാണ് ഞങ്ങൾ പിടിച്ചിട്ടുള്ളത്. അത് നിങ്ങളുടെ പിടച്ചിൽ കാണുമ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് വിഷമമുണ്ടെങ്കിലും ഇത് ആദർശ വിഷയമാണ്, ഇത് തൗഹീദിൻ്റെ വിഷയമാണ്, ഇത് ഉമ്മത്തിൻ്റെ വിഷയമാണ്, ഇത് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ വിഷയമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ കൃത്യമായി മനസ്സിലാക്കിക്കൊള്ളണം. ഇനി ഞങ്ങൾ, എൻ്റെ പൊന്നു സാഹിബെ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് ഇവിടെ വെച്ച് മാത്രമല്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ അൽ മൗലിദുൻ നൂരി 9 മാസം മുമ്പ് ഞങ്ങൾ നടത്തിയ മുഖാമുഖം, 9 മാസം മുമ്പ് ഞങ്ങൾ നടത്തിയ മുഖാമുഖം, ആ മുഖാമുഖത്തിൽ ഇതേ കിതാബ് എടുത്തിട്ടുണ്ട്. അവിടെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അതെ ഇത് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ തഖ്രീർ ചെയ്തതാണ് എന്ന്. നിങ്ങൾക്ക് ആ മുഖാമുഖത്തിന് കാര്യം ചിലപ്പോൾ ഇവർ വിചാരിക്കാൻ ഇവർ നൗഷാദ് ഹസന് പറഞ്ഞിട്ടാണെന്നൊക്കെയാണ് ഈ സാധുക്കൾ പറയുന്നത്. ഇവർക്ക് എങ്ങനെങ്കിലും കൗമിനെ പിടിച്ചിരുത്തണ്ടേ. ഇവരുടെ കൂടെ നടക്കുന്ന ഈ കൗമുണ്ടല്ലോ, ഇവരെന്ത് പറഞ്ഞാലും തക്ബീർ വിളിക്കുന്ന സാധുക്കൾ, ആ ആളുകൾ അവർക്ക് കണ്ണുണ്ട് കാണൂല, കാതുണ്ട് കേൾക്കൂല എന്ന് പറഞ്ഞ ആജാദി കൗമ്, ആ കൗമിനെ പറ്റിക്കാൻ വേണ്ടി പറയും ഇത് നൗഷാദ് ഹസനി പറഞ്ഞിട്ട് പറയാണ്. കൂട്ടരെ, ഇത് ഞങ്ങൾ എത്രയോ മുമ്പ് നിങ്ങളുമായി പരസ്യമായി സ്റ്റേജ് കെട്ടി മുദബ്ബിറുൽ ആലം വിഷയം വെച്ച് ഏതൊരാൾക്കും, ഈ നാട്ടിലുള്ള ഏതൊരാൾക്കും വന്ന് ചോദിക്കാൻ അവസരം കൊടുത്ത് നടത്തിയ മുഖാമുഖത്തിൽ, ആ മുഖാമുഖത്തിൽ ഞങ്ങൾ 9 മാസം മുമ്പ് നടന്ന മുഖാമുഖത്തിൽ പോലും ഈ കിതാബ് എടുത്തുദ്ധരിക്കുന്നത് നിങ്ങൾക്ക് ഉദാഹരണത്തിന് വേണ്ടി കാണിച്ചു തരാം. അതിൻ്റെ ഒരു ഭാഗം, കാന്തപുരത്തിൻ്റെ ഭാഗം പറയുന്നത് കേട്ടോളൂ. ഉണ്ടാകാൻ ഒരു പ്രയാസമില്ല. അത് വളരെ ലളിതമായൊരു ഉദാഹരണം ഞാൻ കാണിച്ചു തരാം. ഇത് അൽ മൗലിദുൻ നൂരി ലിൽ ഗൗത്തിൽ മടവൂരി എന്ന് പറയുന്ന ഒരു മൗലിദ് കിതാബാണ്. എത്ര സുന്ദരമായിട്ടാണ് ഇത് പ്രിന്റ് ചെയ്തെന്ന് ആലോചിച്ച് നോക്കുകയാണ്. ഒരു പെരും കുഫ്ർ പഠിപ്പിക്കാൻ വേണ്ടി, ഒരു കൊടിയ ശിർക്ക് പഠിപ്പിക്കാൻ വേണ്ടി എത്ര സുന്ദരമായിട്ടാണ് ഒരു ഗ്രന്ഥം എഴുതപ്പെട്ടത് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കൂ. ഇതിൽ നമുക്കറിയാം വളരെ കൃത്യമായ നിലയിൽ അബൂബക്കർ മുസ്ലിയാർ ആശീർവദിച്ച്, അബൂബക്കർ മുസ്ലിയാർ എന്ന് പറഞ്ഞാൽ നമ്മുടെ പുതിയ വിവാദം ഉണ്ടാക്കുന്ന ആ വ്യക്തി, അദ്ദേഹം തന്നെ ആശീർവാദം എഴുതി അംഗീകാരം നൽകി ഇറക്കുന്ന ഈ മൗലിദ്. അപ്പോൾ ഇതിപ്പോൾ നിങ്ങൾ വാദപ്രതിവാദത്തിന് വെല്ലുവിളിച്ച് ഇങ്ങനെ വന്നപ്പോൾ, ആ വെല്ലുവിളി സ്വീകരിച്ച് ഇങ്ങനെ വന്നപ്പോൾ അപ്പം തൽക്കാലത്തെ കിട്ടതല്ല. ഇത് ഞങ്ങൾ ദഅവ ചെയ്തുകൊണ്ടിരിക്കുന്ന, നിങ്ങളുമായി വിഷയം സംവദിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. ഇതൊരു പുതിയ വിഷയമല്ല, നമ്മൾ തമ്മിൽ തർക്കത്തിരിക്കുന്ന വിഷയമാണ്. അല്ലെങ്കിൽ ആ മുഖാമുഖത്തിൽ എടുത്തുദ്ധരിക്കണോ 9 മാസം മുമ്പ്?
അതിനു മുമ്പും വേറെയുള്ള സംവാദങ്ങളും അതുപോലെ ഖണ്ഡന പ്രസംഗങ്ങളും ഒക്കെ വേറെ ഉണ്ട്, അവിടെയും പറഞ്ഞിട്ടുണ്ട്. ഇനി ഈ കഥ നിങ്ങളുടെ ഈ മുദബ്ബിറുൽ ആലം എന്ന് ഈ കിതാബിൽ നിന്ന് ഞങ്ങൾ ആ മുഖാമുഖത്തിൽ വായിക്കുന്നത് കേട്ടോളൂ. ഖുതുബുൽ ആലം എന്ന് പറഞ്ഞാൽ അത് മുഹീദ്ദീൻ ശൈഖിന്റെ പേരിലും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോ നോക്കുമ്പോൾ പുതിയ നമ്മുടെ മടവൂരിലെ ശൈഖിനെ പറ്റിയും പറയുന്നുണ്ട്. എന്നിട്ട് അടുത്ത വാചകം, ഖാല ലീ മുദർരിസുൻ കാന യഅത്തിൽ ഔസ കസീറൻ ലിൽ ഇസ്തിമാൻ ഖാല ലഹു അന അഖൂലു അൻക കുതുബുൽ അഖ്താബി വമുദബ്ബിറുൽ ആലം ഫഅബാൻ. ഈ മൗലിദ് എഴുതിയ സഖാഫി പറയാണ്, ഇതൊരു സഖാഫി, ജീവിച്ചിരിക്കുന്ന ഒരു സഖാഫി എഴുതിയുണ്ടാക്കിയതാണ്. അയാൾ പറയാണ്, ഖാല ലീ മുദർരിസുൻ, എന്നോടൊരു മുദർരിസ് പറഞ്ഞു, കാന യഅതി അൽ ഗൗത കസീറൻ ലിൽ ഇസ്തിമാൻ, സി എം മടവൂരിന്റെ അടുക്കൽ നിന്ന് ഒരുപാട് സഹായം കിട്ടിയ ആളാണ് ആ മുദർരിസ്. ആ മുദർരിസ് ഒരിക്കൽ ഖാല ലഹു, ഇപ്പറയുന്ന മടവൂരിനോട് പോയി പറഞ്ഞു, അന അഖൂലു അങ്ക, ഞാൻ നിങ്ങളെക്കുറിച്ച് പറയുന്നത് കുതുബുൽ അഖ്താബ് വമുദബ്ബിറുൽ ആലം, നിങ്ങളാണ് കുതുബുൽ അഖ്താബ്, നിങ്ങളാണ് ഈ മഹാപ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നത് എന്നാണ് ഞാൻ നിങ്ങളെക്കുറിച്ച് പറയാറുള്ളത് എന്ന് ഈ മുദരിസ് സി എം മടവൂരിനോട് പറഞ്ഞപ്പോൾ ഫഅബാൻ. അപ്പോൾ സി എം മടവൂര് ഒന്നുകൂടി വ്യക്തമാക്കി കൊടുക്കുകയാണ്, ഫൽമദുഹു യകുസുറു അംബുലുഗിൽ മഖ്സുദി. എന്ന് പറഞ്ഞാൽ ഈ മഹാപ്രപഞ്ചത്തെ നിയന്ത്രിക്കുക അതൊക്കെ എന്ത് വളരെ ചെറിയ കേസാണ്, അതിലും വലുത് വേറെ ഉണ്ട്. നിങ്ങൾ പറഞ്ഞത് വളരെ കുറച്ചേ ഉള്ളൂ. ഫൽമദുഹു യഖ്സുറു അംബുലുഗിൽ മഖ്സുദി, ഞാൻ എത്തിയ ദറജ അതൊന്നും അല്ല, അതിനപ്പുറത്താണ്. ഈ മഹാപ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്ന കുതുബുൽ അലം മുദബ്ബിറുൽ ആലം എന്നൊക്കെ പറഞ്ഞാൽ അതെത്രയോ ചെറുതാണ്. ഫതബസ്സമ ബിബയാൻ, എല്ലാം നൂനിയായിട്ടാണ് ഇത് എഴുതിയിട്ടുള്ളത് ഇതിന്റെ അവസാനത്തിൽ. എന്ന് മാത്രമല്ല ഒരു അർത്ഥഗർഭമായ ചിരിയും അങ്ങോട്ട് ചിരിച്ചു. ആര്? സി എം മടവൂര്. ഇതിനിപ്പോൾ ആയത്തുണ്ടോ ഹദീസുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ എവിടെ പോയി തിരയാനാ? ഇതിന് മുൻഗാമികൾ ആരെങ്കിലും ഇത് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എവിടെ പോയി തിരയാനാണ്? പച്ച കുഫ്ർ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിസ്ഥാനപരമായ വുജൂബുൽ വുജൂദ് എന്ന അള്ളാഹുവിന്റെ ആ പ്രത്യേകതയിൽ ശിർക്ക് വെക്കുന്ന, കുഫ്ർ ചേർക്കുന്ന ഏതെങ്കിലും ഒരു സിഫത്തിൽ മാത്രമല്ല. കണ്ടോ, മുദബ്ബിറുൽ ആലം എന്നൊക്കെ സഹോദരങ്ങളെ ഒരു വ്യക്തിയെ നോക്കിയിട്ട് മഹാപ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നത് അയാളാണ് എന്ന് പറഞ്ഞാൽ എങ്ങോട്ടാ പോയി കൊള്ളുന്നത് എന്നറിയോ? വുജൂബുൽ വുജൂദ്. ശിർക്കിനെ സംബന്ധിച്ച് പറയുമ്പോൾ പറയുന്ന ആദ്യത്തെ പ്രയോഗം എന്താണ്? വുജൂബുൽ വുജൂദ് ആയിരിക്കുന്നതിൽ കൂറുകാരെ ഉണ്ടാക്കുക എന്നതാണ്. ഏതെങ്കിലും ഒരു സിഫത്തിൽ പങ്കുചേർക്കൽ മാത്രമല്ല, അള്ളാഹുവിന്റെ അസ്തിത്വത്തിൽ തന്നെയും ശിർക്ക് ചേർക്കുന്ന, കുഫ്ർ ചേർക്കുന്ന ഈ കുഫ്ർ അറബിയിൽ എഴുതി പ്രസിദ്ധീകരിക്കണം നമ്മുടെ നാട്ടിൽ. അപ്പൊ സഹോദരങ്ങളെ മനസ്സിലാക്കണം, കൃത്യമായി അറിയണം ശിർക്കിന്റെ വാഹകര് ഇപ്പൊ പറയുന്നതാണോ? ഇപ്പോഴത്തെ വിശദീകരണമാണോ? ഒരിക്കലും അല്ല. നേരത്തെ പറഞ്ഞു, നേരത്തെ വിശദീകരിച്ചു പോരുന്നതാണ്. ഈ പുസ്തകം ഞങ്ങൾ എടുത്തു കാണിച്ചു പ്രസംഗിക്കാറുള്ളതാണ്. ഇത് കുഫ്റാണ്, ഇത് ശിർക്കാണ്. ഇത് തന്നെ ഞങ്ങൾ വാദത്തിൽ ഇവിടെ എഴുതിയത്. ഞങ്ങളുടെ മുഖാമുഖങ്ങളിലും മറ്റു സംവാദങ്ങളിലുമൊക്കെ പല ഘട്ടങ്ങളിലുമൊക്കെ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അതേ വാദം തന്നെയാണ്, നമ്മൾ തമ്മിൽ തർക്കത്തിരിക്കുന്ന വാദം തന്നെയാണ് ഇവിടെ എടുത്തു ധരിച്ചത്. എന്നിട്ടിപ്പോൾ വന്നിട്ട് ഇദ്ദേഹം പറയുന്നു ഞങ്ങൾക്കങ്ങനെ വാദം തന്നെ ഇല്ല. എന്ത് കഷ്ടപ്പാടിത്! ഞങ്ങൾക്കങ്ങനെ ഒരു വാദം തന്നെ ഇല്ല. സി എം മടവൂര് മുദബ്ബിറുൽ ആലമാണ് എന്നൊരു വാദം തന്നെ ഞങ്ങൾക്കില്ല. അപ്പോൾ വളരെ കൃത്യമാണ്. അപ്പോൾ ഇത് കേൾക്കുന്ന ഒരാൾക്ക്, അത് നൗഷാദ് ഹസന് മാത്രമല്ല, വേറെ ഏതൊരാൾ കേട്ടാലും മനസ്സിലാവൂലേ ഇതെന്താ സംഭവം എന്നുള്ളത്. ഈ വാദമുണ്ട്. അതുകൊണ്ടാണ് ഇന്നലെ നിങ്ങൾ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ, 9 മണിക്ക് പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ക്ലിപ്പ് അങ്ങനെ പ്രസംഗത്തിനിടയിൽ തന്നെ മറുപടി പറയാൻ നൗഷാദ് ഹസൻ തയ്യാറായത്. അത്ര സിമ്പിളായ വിഷയം. ഇതിനു വേണ്ടി പോയി പഠിച്ച് പുസ്തകം എടുത്തു വരേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങളിവിടെ 9 മണിക്ക് പ്രസംഗിക്കുമ്പോൾ അതേ സമയത്ത് തന്നെ അപ്പുറത്ത് നൗഷാദ് ഹസനി നിങ്ങൾ പറഞ്ഞ ഈ പൊട്ടത്തരം, ഈ ഓടിയൊളിക്കൽ, അതിന് മറുപടി പറഞ്ഞില്ലേ? കാര്യം അത്ര വ്യക്തമാണിത്. അദ്ദേഹം ഇന്നലെ വിശദീകരിച്ചത് കേട്ടോളൂ. സുന്നി മുജാഹിദ് തർക്കമല്ലല്ലേ,
എപ്പോഴാ അങ്ങക്ക് അങ്ങനെ ആയത്? ആ വിഷയം ആരാ ഇവിടെ തുടങ്ങിയത്? ഞാൻ വ്യക്തമായി തന്നെ കൊണ്ടുവരാം. ഞങ്ങളാണോ മുദബ്ബിറുൽ ആലം എന്ന വിഷയം ഇവിടെ എടുത്തിട്ടത്? ആണോ? ഒരിക്കലുമല്ല. ഞങ്ങൾ ഇവിടെ പറയുന്നതിന് മുമ്പ് തന്നെ അള്ളാന്റെ ഔലിയാക്കളാണ് ലോകം നിയന്ത്രിക്കുന്നത് എന്നും മടവൂർ ശൈഖുന് അതിൽപ്പെട്ട ആളാണെന്നും നിങ്ങൾ കൃത്യമായി തന്നെ ഇവിടെ പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങളാണ് ഈ വിഷയം കൊണ്ടുവന്നത്. മുജാഹിദുകൾ നിങ്ങൾക്കാണ് മറുപടി പറഞ്ഞത്. തീർച്ചയാണത്. അതുകൊണ്ട് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കണ്ട. ഞാൻ അതിന്റെ ഓരോ തെളിവുകൾ വ്യക്തമായി തന്നെ കൊണ്ടുവരാ. ആദ്യം നിങ്ങൾക്ക് ഞാൻ ഇപ്പോൾ അദ്ദേഹം പ്രസംഗിച്ചതിന്റെ ക്ലിപ്പ് കേൾപ്പിക്കുകയാണ്. എന്നിട്ട് ഞാൻ അതിന് മറുപടി പറയും. മുദബ്ബിറുൽ ആലം എന്നത് നിങ്ങൾ എഴുതുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്തത് നമ്മൾ ആ മൗലിദുണ്ടോ, മൗലിദ് നൂരി, ഇതൊക്കെ ഏത് കാലത്തും നിങ്ങൾ പഠിക്കേണ്ടതാണ്. കൃത്യമായിട്ടതാ ഇതൊക്കെ ഞങ്ങളാണോ ഇവിടെ ഈ വിഷയം കൊണ്ടുവന്നത്? നോക്കൂ, ഇതേതാ കിതാബ്? അൽ മൗലിദ് നൂരി എന്ന മൗലിദ് കിതാബ്. ആരാ ഇതെഴുതിയത്? ഇതെഴുതിയത് തഅലീഫ് അബ്ദുൽ ബസീർ ഇബ്നു സുലൈമാൻ അസ്സഖാഫി അൽ ഹിന്ദി. ആരാ ഇതിനാമുഖം എഴുതിയത്? അൽ ഉസ്താദ് സുൽത്താനുൽ ഉലമ ഫളീലത്തു ശൈഖ് അഹ്മദ് അൽ അബൂബക്കർ അഹ്മദ് അൽ മലൈബാരി. മൂപ്പര് പറയാണ്, ഖറഅതു ഹാദിഹി സ്വഫഹാത്തുൽ മുബാറക, ഇത് മുഴുവനും ഞാൻ വായിച്ചു കേട്ടു, ഇതിലുള്ളതൊക്കെയും സത്യമാണ്. في مدح سيدي وشيخي القطب الرباني رئيس الزاهدين محمد أبو بكر المടവൂരി قدس الله سره العزيز. അവരെ വിഷയത്തിൽ എഴുതിയ ഈ കിതാബ്, അതിലതാ ചരിത്രം പറയുന്നു. മഹാനരായ ശൈഖ് മടവൂർ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളെ സമീപത്ത് ഒരു മുദർരിസ് പോവുകയാണ്. എന്നിട്ട് ആ മുദർരിസ് ശൈഖുനയോട് പറയാണ്, അന അഖൂലു അൻക ഖുതുബുൽ അഖ്താബ് വ മുദബ്ബിറുൽ ആലം. ഇത് ഞങ്ങൾ എഴുതിയതാണോ? നിങ്ങളല്ലേ ഇവിടെ എഴുതി ഉണ്ടാക്കിയത്? മലയാളത്തിൽ എഴുതിയ ഖുതുബുൽ ആലം എന്ന പുസ്തകം, ഇതിൽ നിങ്ങൾ എഴുതി മടവൂർ ശൈഖുനെ കുറിച്ച് എഴുതിയപ്പോ കണ്ടോ, വിലായത്തിന്റെ വിവിധ പടവുകൾ കടന്ന് അള്ളാഹുവിന്റെ സാമീപ്യം കരസ്ഥമാക്കിയ മഹാനാണ് ശൈഖുന സിഎം വലിയുല്ലാഹി. ലോകം തന്നെ നിയന്ത്രിക്കുന്ന ഖുതുബുൽ ആലം എന്ന പദവിയിൽ അവരെത്തിയിട്ടുണ്ട്. നിങ്ങളെ സ്വയസ് പിന്നെ കീറിയറിഞ്ഞ കാര്യമില്ല. നിങ്ങളാണ് ഇതിവിടെ പറഞ്ഞത്. ഇതിപ്പോഴുണ്ട്. പിൻവലിച്ച ബുക്ക്, അത് പറയാൻ വേണ്ടി പേജുകളാണ്. മുദബ്ബിറുൽ ആലം എന്ന് പറയാൻ വേണ്ടി മർക്കസിൽ നിന്ന് കിതാബ് എഴുതിയത്. ഈ കിതാബ് ഇനിയും പിൻവലിച്ചിട്ടില്ല. ഇതിന്റെ 89ാമത്തെ പേജിൽ ഖുതുബുൽ അഖ്താബ് വ മുദബ്ബിറുൽ ആലം എന്ന് പച്ചയായി രേഖപ്പെടുത്തുകയാണ്. ഞാൻ പറയട്ടെ, ഇതൊക്കെ നിങ്ങൾ പറഞ്ഞുണ്ടാക്കിയിട്ട് ഇപ്പം മൗലവിന്റെ വെല്ലുവിളി ഏറ്റെടുക്കാൻ ധൈര്യമില്ലാത്തപ്പോ ഇപ്പൊ വന്നിട്ട് പറയാണ് എന്ത്? കണ്ടോ? അപ്പോ ഈ മൗലിദ് നൂരി അത് തന്നെയാണ് ഇന്നലെ നൗഷാദ് എടുത്തുദ്ധരിക്കുന്നത്. കാര്യം ഇത് വളരെ വ്യക്തമായി കാന്തപുരത്തിന്റെ തക്രീദോടെ എഴുതിയതാണ്. മാത്രമല്ല, സി എം മടവൂരിനെ പറ്റി അറിയാത്തൊരാൾ പറഞ്ഞതുമല്ല ഇത്. ധാരാളമായി ധാരാളമായി സി എം മടവൂരിനെ കാണുന്ന, ആ സി എം മടവൂരുമായി ബന്ധപ്പെടുന്ന മുദരിസാണ്. അപ്പോ ഈ പറയുന്ന സി എം മടവൂരിനെ ധാരാളമായി സന്ദർശിച്ച ആള് പറഞ്ഞത് രേഖപ്പെടുത്തി വെച്ചതാണ്. ഇനിയും അവിടെ ചിലപ്പോ ഇവർ പറയും അതാരാ, വ്യക്തമായിട്ടില്ലല്ലോ. എത്രയോ ആളുകൾ സി എം മടവൂരിനെ സന്ദർശിക്കുന്നുണ്ട്. അക്കൂട്ടത്തിലൊരാൾ പറഞ്ഞാൽ പോരെ? സി എം മടവൂരിനെ ധാരാളമായി സന്ദർശിക്കുന്ന എത്രയോ ആളുകളുണ്ട്. ആ ആരെങ്കിലും ഒരാൾ എന്ന് പറഞ്ഞാൽ അയാൾ സ്വീകാര്യനാണോ? അയാൾ യഥാർത്ഥത്തിൽ നമ്മുടെ ആളാണോ, നമ്മുടെ സംഘടന ആളാണോ എന്നൊക്കെ നിങ്ങൾ സംശയിക്കണ്ട. ഇനി അതും പിടിച്ചിട്ട് നിങ്ങൾ നാളെ പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കണ്ട. ആ സി എം മടവൂരിനെ ധാരാളമായി സന്ദർശിക്കുന്ന മുദരിസ്, സി എം മടവൂരിലേക്ക് ധാരാളമായി പോകുന്ന മുദരിസ് ആരാണ് എന്നുള്ളത് ഇതിൻ്റെ 90ാമത്തെ പേജിൽ പറയുന്നുണ്ട്. എന്താ പറയുന്നത്? വഖാലലി മുദരിസുൻ എന്ന് പറഞ്ഞല്ലോ. സി എം മടവൂരിനെ ധാരാളമായി സന്ദർശിക്കുന്ന മുദരിസ് ആരാണ്? അൽ ഉസ്താദ് ഇസ്മായിൽ അസ്സഖാഫി ബിറൂമന്ന ഹഫിളഹുല്ലാഹു തആല. ഈ മുദബ്ബിറുൽ ആലമാണെന്ന് സി എം മടവൂരിന്റെ മുഖത്ത് നോക്കി പറഞ്ഞതും ഒരു സഖാഫിയാണ്. നിങ്ങൾ മനസ്സിലാക്കണം. അതും ഇതിൽ കൃത്യമായി ശറഹ് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇനി വേണമെങ്കിൽ അങ്ങനെ വാദിക്കാം. അത് ഏതോ ഒരാൾ പറഞ്ഞ ഒരു വാദം, അത് നമ്മുടെ ഈ അബ്ദുൽ ബസീർ സഖാഫി അദ്ദേഹം കേട്ടിട്ട് അങ്ങനെ എഴുതിയതാണെന്നൊന്നും പറഞ്ഞ് മുങ്ങണ്ട.
നേരെ മറിച്ച് ഇവിടെ വിശേഷിപ്പിച്ച ധാരാളമായി നമ്മുടെ ഗൗസായ ഷെയ്ഖായ മടവൂരിനെ സന്ദർശിച്ച ആ ഷെയ്ഖ്, ആ വ്യക്തി ആരാണ്, ആ മുദ്രിസ് ആരാണ്, അതിൻ്റെ പേരും അയാളുടെ പേരും ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഹുവ അഖൂനാ ഫില്ലാഹ് അൽ ഉസ്താദ് ഇസ്മായിൽ അത്തഖാഫി. ഒരു സഖാഫി തന്നെയാണ് ആ പറഞ്ഞത്. അപ്പോൾ അവിടുന്ന് നിങ്ങൾക്ക് ചാടാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കണം. ഇനി ഈ മൗലിദുന്നൂരി മാത്രമാണോ? ഇതൊന്നുമല്ല, ഒരു ഡസൻ സാധനം ഉണ്ട്. അതാ ഇന്നലെ വാരി ഇട്ടത് ഓരോന്ന്. അത് മാത്രമല്ല, ഞങ്ങളുടെ കയ്യിൽ കുറച്ച് വേറെയുണ്ട്. നിങ്ങളത് മനസ്സിലാക്കണം, അറിയണം, നിങ്ങൾ നന്നായി ബോധ്യപ്പെടണം. ഇൻഷാ അല്ലാഹ് സംവാദത്തിൽ നമുക്കതിങ്ങനെ ഓരോന്ന് കാണാം. അത് ഇന്നലെ കുറച്ച് നൗഷാദ് ഹസ്സനി തന്നെ വാരിയിടുന്നത് കണ്ടോളൂ. ഇതാരാണ്? നിങ്ങൾക്ക് വാദമില്ലെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു പോകുമ്പോൾ ഈ സമൂഹം മനസ്സിലാക്കണം, നിങ്ങൾ ഓടുന്ന ഓട്ടുണ്ടല്ലോ, ഞങ്ങളുടെ സംവാദം, ആ സംവാദം പ്രഖ്യാപനം കഴിഞ്ഞ് വെല്ലുവിളി ഏറ്റെടുത്തു റെഡി എന്നൊക്കെ പറഞ്ഞ് വന്നിട്ട് ഈ ഓടാനുള്ള റെഡി പറച്ചിലായിരുന്നു അത് എന്നുള്ളത് നാട്ടുകാർക്ക് ബോധ്യപ്പെടും. ഞങ്ങൾക്ക് ആ വാദം ഇല്ല എന്ന് പറഞ്ഞിട്ട് ഓടുകയാണ്. കേട്ടോളൂ ഇവരുടെ വാദം എന്തൊക്കെയാണ്, ഇവരെന്തൊക്കെയാ പറഞ്ഞു കൂട്ടിയത് എന്ന്. കേൾക്കട്ടെ. ഇപ്പോ നിങ്ങൾക്ക് ഒരു വാദമില്ലെങ്കിൽ നിങ്ങൾ തൽക്കാലം അതൊന്ന് സമ്മതിച്ച് ഒന്ന് സംവാദത്തിന് നിന്ന് തരണം എന്നൊരു ദയനീയമായ യാചനയാണ് അനസ് അവിടെ ചെയ്തിട്ടുള്ളത്. നമുക്കില്ലാത്തൊരു വാദം എന്നല്ല, ഞങ്ങൾ ആലിമീങ്ങൾ അവരുടെ കനപ്പെട്ട രചനകളിലടക്കം ഇങ്ങനെ ഒരു വാദം പുത്തൻവാദികളും മറ്റും ഉന്നയിക്കുമ്പോൾ അതിനെ ഗണ്ണിച്ചുകൊണ്ട് എഴുതിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട നെല്ലിക്കുത്ത് ഉസ്താദിന്റെ തൗഹീദ് ഒരു സമഗ്ര പഠനം എന്ന ഒരു ഗ്രന്ഥമാണിത്. ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾ ഈ ഗ്രന്ഥത്തിന്റെ രചന നിർവഹിച്ചിട്ട് വർഷങ്ങളായി. 1988 ഇതിന്റെ 2ാമത്തെ പതിപ്പ് പുറത്തിറങ്ങുന്നത്. അത്രയും വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ ഈ ഗ്രന്ഥത്തിൽ ഇമാം ഫഖറുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹുവിന്റെ ഉദ്ധരണി എടുത്തുദ്ധരിച്ചുകൊണ്ട് മുദബ്ബിറുൽ ആലം അല്ലാഹുവാണ് എന്ന് വളരെ കൃത്യമായിട്ട് ഉസ്താദ് അവർകൾ പറയുന്നുണ്ട്. അനീ ബിത്തൗഹീദിൽ മുത്ലഖി അൻ യഅലമ അന്ന മുദബ്ബിറുൽ ആലമി വാഹിദുൻ. പൊതുവെ തൗഹീദ് കൊണ്ടുള്ള വിവക്ഷ പ്രപഞ്ച നിയന്താവ് ഏകനാണെന്നും ദാസൻ അവന്റെ പ്രവർത്തനങ്ങളിൽ പോലും സ്വയം പര്യാപ്തനല്ലെന്നും അറിയലാണ്. റാസി ഇമാമിനെ ഉദ്ധരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ടവർ തന്റെ ഗ്രന്ഥത്തിന്റെ 51ാമത്തെ പേജിൽ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. അപ്പോ ഞങ്ങളുടെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പണ്ഡിതന്മാർ, അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ ഉലമാക്കൾ എന്നും പറയുന്നതാണ് മുദബ്ബിറുൽ ആലം അല്ലാഹുവാണ്. എന്നാൽ ഈ വാദത്തിനെതിരെ നിങ്ങളുടെ കൂട്ടുകക്ഷികളായ കള്ളത്വരീഖത്തുകാർ, കുരുവട്ടൂരിയൻ ടീമടക്കമുള്ള കള്ളത്വരീഖത്തുകാര് ഇതിനെതിരെ ഒരു പുത്തൻവാദം കൊണ്ടുവന്നു. ഞങ്ങളുടെ ഔലിയാക്കളെ പരിഹസിക്കപ്പെടാനും. ഇനി നമുക്കൊന്ന് പരിശോധിക്കാം. ഇപ്പൊ സുന്നി വിട്ട് സമസ്ത ആയിട്ടോ, വെറുതെ ആ മുജാഹിദീങ്ങളെ പറഞ്ഞു. നെല്ലിക്കുത്ത് ഉസ്താദ് മുദബ്ബിറുൽ ആലം പറഞ്ഞു എന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? നെല്ലിക്കുത്ത് ഉസ്താദിന്റെ അഖീദത്തു സുന്ന ഒന്ന് പരിശോധിക്കാൻ ഈ മൗലവിയെ ഞങ്ങൾ വീണ്ടും വെല്ലുവിളിക്കുകയാണ്. നെല്ലിക്കുത്ത് ഉസ്താദ് പറഞ്ഞത് നിങ്ങൾ പറഞ്ഞതിന്റെ നേരെ എതിരാണ്. തദ്ബീറുൽ ആലം അടക്കമുള്ളത് ഔലിയാക്കളെ സംബന്ധിച്ചു പറയാം. അല്ലാഹ് മുദബ്ബിറാണെന്ന് പറഞ്ഞത് അത്തദ്ബീറു ദാത്തിയു, ദാത്തിയായ തദ്ബീർ, സ്വയം തദ്ബീർ, അത് അല്ലാഹുവാണ്. അതേ സമയത്ത് നൽകപ്പെട്ട അർത്ഥത്തിൽ പറയാമെന്ന് പച്ചയായി പറഞ്ഞ ആളാണ് മഹാനരായ നെല്ലിക്കുത്ത് ഉസ്താദ്. പിടുത്തമില്ല നിങ്ങൾക്കവിടെ, നിങ്ങൾ പറഞ്ഞിട്ടില്ല എന്നല്ലേ ഇപ്പൊ പറയുന്നത്? അവിടേക്ക് നിങ്ങളെ എത്തിച്ചു ഞങ്ങൾ. ഇനി അനസിനെയും നിങ്ങളെയും ഒരേ ആലയിൽ കെട്ടി ഞങ്ങൾ വാദപ്രതിവാദം നടത്തിത്തരാം. എവിടെ എത്തി കാര്യങ്ങൾ? ഇത് നിങ്ങളുടെ കിതാബല്ലേ, പിൻവലിച്ചിട്ടുണ്ടോ? ഇതിൽ എഴുതിയത് കണ്ടോ? മുദബ്ബിറുൽ ആലം എന്ന് ശൈഖുനയോട് പറഞ്ഞപ്പോ ശൈഖുന പറയുകയാണ് ഫൽ മദ്ഹു യഖ്സുറു അൻ ബുലൂഗിൽ മഖ്സുദി. ഇതൊന്നും എന്നെ സംബന്ധിച്ചോളം ഒരു ചെറിയ മദ്ഹ് പോലുമല്ല. ഇത് പറഞ്ഞതാണ്. ഇനി വലിയ ആളെ കൊണ്ടുപോവാ. 40ാമത്തെ ഞാൻ നേരത്തെ എടുത്തു വെച്ചത്, അത് എനിക്കറിയാം. ഇതാണ് പറയാൻ പോകുന്നത്. AP ഉസ്താദിനെ തന്നെ എടുക്ക്. ഉസ്താദ് പറയട്ടെ, ലോകം മുഴുവനും നിയന്ത്രിക്കുന്നവർ നിങ്ങളാണ് ഈ വാദം ഇവിടെ കൊണ്ടുവന്നത്, എന്നിട്ട് ചങ്കിന് കുടുങ്ങിയപ്പോ വാദിച്ചിട്ടില്ല എന്നോ? ഇത് ഈ ലോകത്ത് പറയാൻ പറ്റുമോ? ഇതേതാ ലോകം? ബോധമില്ലേ നിങ്ങൾക്ക്? AP ഉസ്താദ് തന്നെ സംസാരിക്കട്ടെ, നിങ്ങൾക്ക് മറുപടി കാന്തപുരം ഉസ്താദ് പറയട്ടെ. ഈ വാദം നിങ്ങളാണ് ഇവിടെ കൊണ്ടുവന്നത്, ഞങ്ങളല്ല. ഞങ്ങൾ ചെയ്തതെന്താ? ഇത് വഹാബികൾ ഇവിടെ വിവാദമാക്കിയപ്പോ ഞങ്ങൾ അതിന് മറുപടി പറയുകയാണ് ചെയ്തത്. അതിന് നിങ്ങൾ ഉണ്ടായില്ല, നിങ്ങൾ തുടങ്ങിപ്പോകാനേ ഉണ്ടായിട്ടുള്ളൂ. വെക്ക്, AP ഉസ്താദ് പറയട്ടെ. ഒരുവനാണല്ലോ, അപ്പോ നിയന്ത്രിക്കുന്ന കൂട്ടരിൽ
എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹു അല്ല, അള്ളാഹുവിന്റെ കാര്യങ്ങൾ ഈ ലോകത്ത് നിയന്ത്രിക്കാൻ അള്ളാഹു മറ്റു ചിലരെ ഏൽപ്പിച്ചിട്ടുണ്ട്. ആ ഏൽപ്പിക്കപ്പെട്ടവരിൽ ഈ ആയത്ത് കൊണ്ടുള്ള വിവക്ഷ അർവാഹുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ ആത്മാവുകൾ ആണ്. അല്ലാഹുവിന്റെ ഔലിയാക്കളുടെ ആത്മാവുകൾ ആണ് ഈ പറഞ്ഞതിന്റെ താല്പര്യമെന്ന് ബഹുമാനപ്പെട്ട ഇമാം ഫഖ്റുദ്ദീൻ റാസി റഹിമഹുല്ലാ തന്റെ തഫ്സീറുൽ കബീറിൽ വിവരിച്ചിട്ടുണ്ട്. ഫൽമുദബ്ബിറാത്തി അംറാ എന്ന ആയത്തോതിയിട്ട് ഔലിയാക്കന്മാരാണ് ലോകം നിയന്ത്രിക്കുന്നത് എന്ന് ഇവിടെ പഠിപ്പിച്ചത് എ പി ഉസ്താദാണ്. ഞങ്ങളുടെ സമസ്തയുടെ ഉത്തരവാദിത്തപ്പെട്ടവർ പറഞ്ഞിട്ടില്ലാന്നോ? ഇനി അതിലും വലിയ ഉത്തരവാദിത്തപ്പെട്ട ആളാരാണ്? പറയും, മറുപടി പറയുങ്ങള്. ഓന്റെ ഒരു കുളിപ്പും കൂടി ഉണ്ടല്ലോ, അതും കൂടി വരട്ടെ. ഓരോന്ന് ഞങ്ങൾ കൊണ്ടുവരാ. ഇഷ്ടം പോലെ പൊട്ടത്തരം മാത്രം പറയാൻ വേണ്ടി ജീവിക്കുന്നവർ ഞങ്ങളാ വാദം ഇവിടെ കൊണ്ടുവന്നത് നിങ്ങൾ എടുത്തിട്ട് വിവാദമാക്കിയപ്പോ മറുപടി പറഞ്ഞതാണ്. നിങ്ങൾ കൊണ്ടുവന്നതൊക്കെ മറന്നുപോയോ? കഴിയൂലെങ്കിൽ കഴിയൂലെന്ന് പറഞ്ഞ് നിർത്തി പോയാ പോരെ? മൗലവിമാരോടൊക്കെ വാദപ്രതിവാദം നടത്തണമെങ്കിൽ ഔലിയാക്കളെ മദതുള്ള ആളുകൾ വേണം. കണ്ടോ? അപ്പോ ഈ വാദം, ഞങ്ങൾക്ക് ആ വാദമില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ രക്ഷപ്പെടും നിങ്ങൾ? സാക്ഷാൽ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരാ പറയുന്നത്. മുദബ്ബിറുൽ ആലം, ആ മുദബ്ബിറുൽ ആലം സി എം മടവൂരിനെ സംബന്ധിച്ച് അങ്ങ് പറഞ്ഞ് വിശദീകരിച്ച് ആയത്തോതി തെളിവോതി കൊണ്ടുനടന്ന നിങ്ങളാ. ഇപ്പോൾ സംവാദത്തിന് വിളിച്ചപ്പോൾ നിങ്ങൾ പറയാണ്, എന്താ പറയുന്നത്? ഞങ്ങൾക്ക് അങ്ങനെ ഒരു വാദമില്ല, സി എം മടവൂർ മുദബ്ബിറുൽ ആലമാണെന്ന വാദം ഞങ്ങൾക്കില്ല എന്ന രൂപത്തിൽ നിങ്ങൾ ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നു. അത് കൈയോടെ ഞങ്ങൾ ബോധ്യപ്പെടുത്തുകയാണ്, ഈ സമൂഹത്തെ ഞങ്ങൾ ബോധ്യപ്പെടുത്തുകയാണ്. ഇനി ഇതുകൊണ്ട് തീരുമോ? തെളിവുകൾ ഇല്ല, വീണ്ടുമുണ്ട് തെളിവുകൾ. നിങ്ങൾക്ക് കാണാം അതിൻ്റെ കോർവ തന്നെ. അപ്പൊ കൊപ്പം സംവാദത്തിന്റെ 5 ഘട്ടങ്ങൾ ഇവിടെ പൂർണ്ണമാവുകയാണ്. 1, നിങ്ങൾ വാദപ്രതിവാദത്തിന് വ്യവസ്ഥ എഴുതി. കഴിഞ്ഞ ശനിയാഴ്ച മുജാഹിദുകൾ വന്നിരുന്നു, നിങ്ങൾ മുങ്ങി. ഒരു കാരണവുമില്ല, സുന്നി എന്നുള്ളിടത്തുനിന്ന് സമസ്ത എഴുതി പോയി. അതുകൊണ്ടൊന്നും ആൺകുട്ടികൾ പേര് മാറ്റി എന്നുള്ളത് കൊണ്ടൊന്നും പിന്മാറൂല. 1. രണ്ടാമത്തെ ഘട്ടം, ഞങ്ങൾ അവിടെ പ്രോഗ്രാം സംഘടിപ്പിക്കുന്നു. ഞങ്ങൾ അവിടെ മുജാഹിദുകളുടെ വെല്ലുവിളി ഏറ്റെടുത്ത് ഇവരുടെ ആശയ പാപ്പരത്വം വ്യക്തമാക്കാൻ കൊപ്പത്ത് വരുന്നു. രണ്ടാമത്തെ ഘട്ടം, ഞങ്ങളുടെ വരവിന്റെ പോസ്റ്റർ കണ്ടപ്പോൾ 3-ാം ഘട്ടം അതേതാ? വാളക്കുളം സഖാഫി രംഗത്ത് അയാൾ പറയുന്നു, അഹ്സനിക്ക് ശേഷം വാദപ്രതിവാദം നടത്താൻ ഞങ്ങളിൽ ആരുമില്ല, നിങ്ങൾ വിചാരിക്കണ്ട, ഏത് വിഷയത്തിലും ഞാൻ റെഡി റെഡി റെഡി. മാത്രമല്ല, പ്രത്യേകിച്ച് തൗഹീദ് ശിർക്കിന്റെ വിഷയത്തിൽ ഞങ്ങളെന്നും റെഡി. 3-ാമത്തെ ഘട്ടം ആ വെല്ലുവിളിയായിരുന്നു. 4-ാമത്തെ ഘട്ടം മിസ്റ്റർ അനസ് മൗലവി രംഗത്ത് അദ്ദേഹം പറയുന്നു, നിങ്ങൾ വെല്ലുവിളി ഏറ്റെടുത്ത സ്ഥിതിക്ക് ഞങ്ങൾ റെഡി. നിങ്ങൾ തൗഹീദ് ശിർക്കാണല്ലോ ആദ്യം പറഞ്ഞത്, തൗഹീദ് ശിർക്കുമായി ബന്ധപ്പെട്ടതാണ് മുദബ്ബിറുൽ ആലം എന്ന വിഷയം. മുദബ്ബിറുൽ ആലമാണ് ഒരു വലി എന്ന് പറഞ്ഞാൽ അത് തൗഹീദിന് വിരുദ്ധമാണെന്നാണ് മുജാഹിദിന്റെ വാദം, പേരോടിന്റെയും പിന്നെയുള്ള വാദം. അതേ സമയത്ത് കാന്തപുരം ഉസ്താദ് അടക്കമുള്ളവർ മടവൂർ ശൈഖുനെ കുറിച്ച് പോലും മുദബ്ബിറുൽ ആലം എന്ന് പറഞ്ഞിട്ടുമുണ്ട്. അപ്പൊ തൗഹീദ് ശിർക്കിൽ എന്നല്ല ഇസ്തിഗാസ തന്നെ വരുന്നത് തദ്ബീർ ഉള്ളത് കൊണ്ടാണ്. അപ്പൊ ഇസ്തിഗാസന്റെ അകക്കാമ്പ് കിടക്കുന്നത് തദ്ബീറിലാണ്. അതുകൊണ്ട് മൗലവി ഏത് വിഷയത്തിലും തയ്യാറാണെന്ന് പറഞ്ഞ നിങ്ങൾ വാദപ്രതിവാദത്തിന് തയ്യാറായി, ഞങ്ങളുമായി വ്യവസ്ഥ എഴുതണം. 4-ാം ഘട്ടം. 5-ാമത്തെ ഘട്ടം അതാണ് ഇന്ന് സംഭവിച്ചത്. ആമുഖമായി വഹാബ് സഖാഫി ഇറങ്ങി. അയാൾ അപ്പോഴേ പറയുന്നുണ്ട്, തദ്ബീർ എന്ന് കേൾക്കുമ്പോൾ ഞങ്ങൾ നെഞ്ചിടിക്കുകയാണ്. ഇസ്തിഗാസയൊക്കെ ആണെങ്കിൽ നോക്കാമായിരുന്നു, ഇത് നിങ്ങൾ ആ അഹ്സനിയോടും ടീമിനോടും പറഞ്ഞേക്കി എന്നാണ് അയാൾ പറയാതെ പറയുന്നത്. ഒടുവിൽ റെഡി റെഡി എന്ന് പറഞ്ഞ ആളെത്തി. ഇന്ന് 9 മണിക്ക് പ്രതീക്ഷയോടെ ഞങ്ങൾ കാത്തിരുന്നു. ഏത് വിഷയവും റെഡിയാണെന്ന് പറഞ്ഞപ്പോ ചങ്കൂറ്റത്തോടെ എഴുന്നേറ്റ് നിന്ന് റെഡി റെഡി എന്ന് വീണ്ടും പറയുമെന്ന്. പക്ഷേ മർമ്മത്തിൽ പിടിച്ചപ്പോൾ
തദ്ബീറുൽ ആലം എന്ന വിഷയത്തിൽ വാദപ്രതിവാദത്തിനുണ്ടോ എന്ന് കൃത്യമായി ചോദ്യം വന്നപ്പോൾ അവസാനത്തെ ആയുധവും മണ്ണിൽ വെച്ച് താഴെ വെച്ച് കീഴടങ്ങുകയാണ്. ഞങ്ങൾക്ക് സാധ്യമല്ല, അത് സുന്നി മുജാഹിദ് തർക്കത്തിലുള്ള വിഷയമല്ല. എന്തൊരു ഗതി നിങ്ങളുടെ! ഈ ഗതിക്ക പറയുന്നത് സർവമതവും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. ഒരു വാദപ്രതിവാദം നടത്താൻ മാത്രം നിങ്ങളിൽ ആൺകുട്ടിയായി ആരുമില്ല എന്ന്. സഹോദരങ്ങളെ, അപ്പോൾ ഇതാണ് ഇപ്പോൾ നിലവിലെത്തിയിരിക്കുന്ന അവസ്ഥ. ഇപ്പോൾ ഞങ്ങൾക്കൊരു കാര്യം ബോധ്യപ്പെട്ടു. ഞങ്ങളൊരു വ്യവസ്ഥ വാദപ്രതിവാദം നടത്തുവാനുള്ള വ്യവസ്ഥയ്ക്ക് വേണ്ടി ഒരു വാദം വെച്ചപ്പോൾ, അത് മുദബ്ബിറുൽ ആലം എന്നൊരു വാദം നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചപ്പോൾ, CM മടവൂർ മുദബ്ബിറുൽ ആലമാണ് എന്ന നിങ്ങളുടെ വാദം എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾക്ക് ആ വാദമില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ ഓടാൻ തയ്യാറാകുന്നുവെങ്കിൽ, ഈ വിഷയത്തിൽ ഇനി ഒരു സംവാദം നടന്നു കഴിഞ്ഞാൽ, കാന്തപുരം സമസ്തയുമായി മുദബ്ബിറുൽ ആലം എന്ന വിഷയത്തിലെ വാദം പറഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾക്ക് ആ വാദവുമായി ബന്ധമില്ല എന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ, ഈ വിഷയത്തിൽ നമ്മൾ വാദപ്രതിവാദം നടത്തി കഴിയുമ്പോൾ സലഫികൾ ഇവിടെ പറയുന്ന ആദർശം നിങ്ങൾ അംഗീകരിക്കും, നിങ്ങൾ പ്രഖ്യാപിക്കും. എന്നിട്ട് നമ്മൾ രണ്ടു കൂട്ടരും കൂടി ഇതേ വിഷയം നൗഷാദ് ഹസനിക്ക് മുന്നിൽ വെച്ച് നമ്മൾ രണ്ടു കൂട്ടരും ഒരു സ്റ്റേജിൽ നിന്ന് നൗഷാദ് ഹസനിയുമായി വാദപ്രതിവാദം നടത്തും ഇൻഷാ അല്ലാഹ്. ഞങ്ങളൊരു വാദം വെച്ചപ്പോൾ തന്നെ നിങ്ങൾ ഞങ്ങൾക്ക് ഈ വാദമില്ല എന്ന് പറഞ്ഞ് തടിസലാമത്താക്കുന്നുവെങ്കിൽ, ഇനി ഈ ഒരു വ്യവസ്ഥയായി അങ്ങനെ സംവാദം നടന്നാൽ നിങ്ങൾ ഇതിൽ നിന്ന് 10 മടങ്ങ് മടങ്ങി തൗഹീദ് ഉൾക്കൊണ്ട് സലഫികളായി ഞങ്ങളോടൊപ്പം നിന്ന് നമ്മൾ രണ്ടു കൂട്ടരും ഒന്നിച്ച് നേരെ ഇതേ വാദം തന്നെ നൗഷാദ് ഹസനിയുടെ മുന്നിൽ കൊണ്ടുപോയി നമ്മൾ വെക്കും. എന്നിട്ട് നമ്മൾ പറയും CM മടവൂർ മുദബ്ബിറുൽ ആലമാണ് എന്ന നിങ്ങളുടെ വാദം ശിർക്കാണ്, കുഫ്റാണ്. എന്നിട്ട് നമ്മൾ ശറഹുൽ മഖാസിദും കൊണ്ടുപോയി നേരെ നൗഷാദ് ഹസനിയുടെ മുന്നിൽ പോയി നമ്മൾ രണ്ടു കൂട്ടരും ഒന്നിച്ച് വാദപ്രതിവാദം നടത്തും. അവിടെ നമുക്ക് കൊണ്ടുപോകാം നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാരുടെ ഈ ബുക്ക്. എന്നിട്ട് നൗഷാദ് ഹസനിക്ക് നമുക്ക് തെളിവുദ്ധരിക്കണം. ഇതിൽ പറഞ്ഞ റാസിയുടെ ഇബാറത്ത് നമുക്ക് നൗഷാദ് ഹസനിക്ക് ഉദ്ധരിച്ചു കൊടുക്കണം. നമ്മൾ രണ്ടു കൂട്ടരും ഒന്നിച്ചു പോയി നൗഷാദ് ഹസനിയുമായി വാദപ്രതിവാദം നടത്തും ഇൻഷാ അല്ലാഹ്. ഞങ്ങൾക്കിപ്പോൾ ഒരു പ്രതീക്ഷയുണ്ട്. ഞങ്ങൾ വാദം പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾ നന്നായി, വാദം ഉന്നയിച്ചപ്പോൾ തന്നെ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ തഖരീർ എഴുതി അംഗീകരിച്ച് പ്രഖ്യാപിച്ച് പുറത്തിറക്കി മജ്ലിസുകളിൽ പാടണമെന്ന് പറഞ്ഞ്, വീടുകളിൽ പാടണമെന്ന് പറഞ്ഞ് മടവൂരിന്റെ പേരിൽ എഴുതിയ പുസ്തകം, ആ പുസ്തകത്തിൽ എഴുതിയ ഒരു വാദം, ആ വാദം ഇവിടെ വാദപ്രതിവാദത്തിന്റെ വാദമായി ഞാൻ വെച്ചപ്പോൾ മറുഭാഗത്ത് വന്നയാള് ഞങ്ങൾക്ക് ആ വാദമില്ല, ആരാണ് ഈ വാദം പറഞ്ഞത്, ഔദ്യോഗികമായി ആരാണ് ഈ വാദം പറഞ്ഞത് എന്ന് പറഞ്ഞ് ഇപ്പോൾ തന്നെ നിങ്ങൾ പകുതി നന്നായെങ്കിൽ സംവാദം കഴിയുന്നതോടെ നിങ്ങൾ പൂർണ്ണ വഹാബികളായി സലഫികളായി മാറി നമ്മൾ രണ്ടു കൂട്ടരും ഒന്നിച്ച് നൗഷാദ് ഹസനിയുടെ മുന്നിൽ ഇതേ വാദം വെച്ച് നൗഷാദ് ഹസനിയുമായി വാദപ്രതിവാദം നടത്തുന്ന കാലം അതിവിദൂരമല്ല എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അപ്പൊ ഇതാണ് ഒന്നാം വാദത്തിന്റെ അവസ്ഥ ഇപ്പോൾ എത്തി നിൽക്കുന്നത്. ബാക്കി രണ്ടാമത്തെ വാദത്തിന്റെ അവസ്ഥ, അതാണ് ബഹുരസം. രണ്ടാമത്തെ വാദം, ഇതും ഞാൻ എൻ്റെ കഴിഞ്ഞ പ്രസംഗത്തിൽ കൊപ്പം സംവാദാവലോകന വിഷയത്തിൽ ഞാൻ പറഞ്ഞ വിഷയം തന്നെയാണ്, മുടിയുമായി ബന്ധപ്പെട്ട വിഷയം. ആ വാദം എഴുതിയിട്ട് അതൊന്ന് വായിക്കാനുള്ള ധൈര്യം പോലും ബഹുമാനപ്പെട്ട മറുഭാഗത്ത് വന്ന വാളക്കുളം അബ്ദുൽ അസീസ് സഖാഫിക്ക് ഇല്ലാതെ പോയി. മൂപ്പരതിങ്ങനെ സ്ക്രീനിൽ കാണിക്കാണ്. അതൊന്ന് വായിക്കാൻ പോലും കഴിയാതെ വാദമൊന്ന് വായിക്കാൻ, മുദബ്ബിറുൽ ആലം വാദമെങ്കിലും ഒന്ന് വായിച്ചു, ഞങ്ങളുടെ വാദമല്ലെന്ന് പറയാൻ വേണ്ടിയെങ്കിലും ആ വാദം വായിച്ചു. പക്ഷേ രണ്ടാം വാദം അതിലേക്കൊന്ന് നോക്കാൻ പോലും യഥാർത്ഥത്തിൽ ഈ അസീസ് സഖാഫിക്ക് വിറയലാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അതൊന്ന് വായിക്കാൻ പോലും ധൈര്യം കാണിക്കാത്ത അവസ്ഥയിൽ തളർന്നു കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ആ ഭാഗം നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. ഞങ്ങളുടെ ആര് പറഞ്ഞു? ഞങ്ങളുടെ ഔദ്യോഗികമായ ഏത് രേഖയിലാണ് അങ്ങനെ ഒരു വാദം പറഞ്ഞിട്ടുള്ളത്? തെളിയിക്കാൻ അനസിനെ ഞാൻ വെല്ലുവിളിക്കുകയാണ്. അപ്പോൾ ഈ രൂപത്തിൽ തകർന്നടിഞ്ഞ അനസ് മൗലവിയും മറ്റു വഹാബികളും സുന്നത്തി ജമാഅത്തിനെതിരെ ഞങ്ങൾക്കില്ലാത്ത ഒരു വാദം കൊണ്ടുവരികയാണ്. ഇനി രണ്ടാമതായി പറഞ്ഞത് എന്താണ്? രണ്ടാമതായി പറഞ്ഞതാണ് നിങ്ങൾ കാണുന്നത്, കണ്ടല്ലോ. അപ്പോ ഈ വാദവും നമ്മൾ തള്ളിക്കളയാണ്, ഞങ്ങൾ നിരുപാധികം തള്ളിക്കളയാണ്.
കാരണം ഞാൻ പറഞ്ഞു, ഞാൻ ഏറ്റെടുത്തത് എന്തായിരുന്നു? വഹാബികളും സുന്നത്തി ജമാഅത്തും തർക്കത്തിലുള്ള വിഷയത്തെക്കുറിച്ചാണ് നമ്മുടെ സംസാരം എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇത് വഹാബികളുമായി സംസാരിക്കേണ്ട വിഷയമല്ല, ഇത് വഹാബികളും സുന്നികളും തമ്മിൽ തർക്കത്തിലുള്ള വിഷയമല്ല. അതുകൊണ്ട് തന്നെ ഇതും കളത്തിന് പുറത്താണ്. ഈ മൗലവി വലിയ ആനത്തലയായി കൊണ്ടുവന്ന രണ്ട് വാദങ്ങളും ഞങ്ങളിതാ വളരെ കൃത്യമായിട്ട് പുറങ്കാലുകൊണ്ട് ചവറ്റുകൊട്ടയിലേക്ക് തള്ളുകയാണ്. ഇത് രണ്ട് വാദവും മൗലവി സംവാദത്തിൽ ആ കാലവിടെ എടുത്തിച്ച് വെച്ചേക്കണം കേട്ടോ, കളഞ്ഞു പോകരുത്. ഈ പുറങ്കാലുണ്ടല്ലോ അത് അവിടെ എടുത്ത് വെച്ചേക്ക്, അടുത്തത് ഇങ്ങനെ ചവിട്ടിയിട്ട് കൊട്ടലിടേണ്ടതാണ്, കാല് നഷ്ടപ്പെട്ടു പോകരുത്. എന്ത് ഗതികേടാണോ മനസ്സിലാക്കണം. ഇവിടെ മുജാഹിദുകളും കാന്തപുരം സമസ്തയും തമ്മിൽ തർക്കമില്ലാത്ത വിഷയമാണ് അത്ര. എന്ത് മുടി നമ്മൾ തമ്മിൽ തർക്കമില്ല. കേരള സമൂഹം മുഴുവനും ആ വിഷയത്തിൽ നിങ്ങളോട് തർക്കിച്ചിട്ടുണ്ട്. കേരള സമൂഹം മുഴുവനും. നമ്മുടെ പിണറായി വിജയൻ പോലും പറഞ്ഞത് ബോഡി വേസ്റ്റാണ് ആ സമയത്ത്, അല്ലേ? അവർ പോലും ഇടപെട്ടിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ സർവ്വ മനുഷ്യരും ഈ കേരള ജനതയെ കൊണ്ട് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അപമാനിക്കാൻ നിങ്ങൾ കൊണ്ടുവന്ന വ്യാജമുടിയാണത്. എന്നിട്ട് അത് നമ്മൾ തമ്മിൽ തർക്കമില്ലാന്നോ? നമ്മൾ തമ്മിൽ തർക്കത്തിലുള്ള വിഷയമല്ലാന്നോ? ആ വാദം എന്താ മൗലവി? ഒന്ന് വായിക്ക്, ആ വാദം ഒന്ന് വായിക്ക്. അപ്പോൾ ആളുകൾ കേൾക്കൂലേ, മനസ്സിലാക്കൂലേ? അപ്പോൾ ആളുകൾക്ക് തിരിയൂലേ എന്താണ് വാദം എന്നുള്ളത്? എന്തേ അത് വായിക്കാതെ പോയത്? നിങ്ങൾ വായിക്കണം അടുത്ത പ്രാവശ്യം. ഈ നാട്ടുകാർ കേൾക്കണം. എന്നിട്ട് കേൾക്കുന്നവൻ പറയട്ടെ അത് സുന്നികളും അതുപോലെ തന്നെ കാന്തപുര സമസ്തക്കാരും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസമുള്ള വിഷയമാണോ എന്ന് വളരെ കൃത്യമായി മനസ്സിലാക്കണം. അവിടെ നിങ്ങളെ വിടൂല. നിങ്ങൾക്കതിനും നമ്മൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയമാണ് എന്നതും നിങ്ങൾക്ക് ഇവിടെ ബോധ്യപ്പെടുത്തുകയാണ്. മുദബ്ബിറുൽ ആലമിന്റെ വിഷയത്തിൽ അതേ നേരത്തെ പറഞ്ഞ അൽ മൗലിദുൻ നൂരി എന്ന് പറയുന്ന ഈ പുസ്തകം നിങ്ങളുടെ വാദമാണത് എന്ന് തെളിയിക്കാൻ കൊണ്ടുവന്നതുപോലെ തന്നെ ഇത് നമ്മൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസമുള്ള, സമസ്തക്കാരും മുജാഹിദുകളും തമ്മിൽ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയമാണ് എന്ന് ബോധ്യപ്പെടുത്താൻ തന്നെ OM തരുമണ ഷഅറെ മുബാറക് വിമർശനങ്ങൾക്ക് മറുപടി എന്ന പുസ്തകം, ആ പുസ്തകത്തിൽ അഹ്ലുസുന്നക്കെതിരെ വിശാല സഖ്യം. ഈ അഹ്ലുസുന്ന എന്ന് പറഞ്ഞാൽ ഇവരാണ് ഈ മുതലക്കുളം എന്ന് പറയുന്ന പോലെ ഇവർ അഹ്ലുസുന്ന എന്നൊക്കെ പേരെടുത്തിടാൻ, സുൽത്താനുൽ ഉലമ എന്ന് സ്വന്തം അങ്ങോട്ട് പേരിടാൻ. അതുപോലെ തന്നെ അഹ്ലുസുന്ന, സുന്നി എന്നൊക്കെ ഇവരങ്ങോട്ട് പേരിടാൻ. സാധനം ഇതാണ്. ഇവരുടെ ഈ കള്ളച്ചരക്ക് മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ വ്യാജ ലേബലൊക്കെ ഒട്ടിച്ചിങ്ങനെ വരികയാണ്. ഇവർ അഹ്ലുസുന്നയല്ല, സുന്നിയല്ല, നേരെ മറിച്ച് കടുത്ത റാഫിലുകളുടെ പിഴച്ച വിശ്വാസങ്ങളടക്കം പേര് നടക്കുന്ന ഒരു വിഭാഗം ആളുകളാണ്. എന്നാൽ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളൂ, ഇവിടെ കൃത്യമായി ഇതിൽ പറയുന്നു, ചേളാരി സമസ്തയുടെ മുൻകൈയിൽ ആരംഭിച്ച സനദ് വിവാദം ഇപ്പോൾ ഒരു മുക്കൂട്ട് മുന്നണിയുടെ കൈകളിലാണ്. ജമാഅത്തെ ഇസ്ലാമിയും വഹാബി ഗ്രൂപ്പുകളുമാണ് മുന്നണിയിലെ മുഖ്യ കക്ഷികൾ. അപ്പം നമ്മൾ തമ്മിൽ തർക്കമുള്ള വിഷയമാണോ അല്ലേ? നമ്മൾ തമ്മിൽ തർക്കമുള്ള വിഷയമാണോ അല്ലേ? അപ്പോൾ ആ വ്യാജമുടി എന്ന് പറഞ്ഞാൽ മുജാഹിദുകൾ മാത്രമല്ല, കേരളത്തിൽ സമസ്ത, ഈ കാന്തപുരം സമസ്തക്കാരല്ലാത്ത എല്ലാവരും മറുഭാഗത്തുണ്ട്, എല്ലാവരും ഉണ്ട്. മുസ്ലിം ഉമ്മത്ത് ഒന്നടം കണ്ട് മനസ്സിലാക്കണം. കാന്തപുരം സമസ്തയാണ് അപ്പുറത്ത്. വ്യാജമുടി നമ്മൾ തമ്മിൽ ഈ പറയുന്ന ഈ പ്രവാചകന്റെ പേര് പറഞ്ഞിട്ട് ആ പണ്ട് പറഞ്ഞ് പ്രഖ്യാപിച്ച പള്ളിയുടെ ഫോട്ടോ ഒക്കെ ഉണ്ട് ഈ ബുക്കിന്റെ മുന്നിൽ. അത് വേറെ വിഷയമാണ്, വിശദമായി പറയേണ്ട വിഷയമാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് സംവാദത്തിന് വരുമ്പോൾ വളരെ വിശദമായി സംവദിക്കേണ്ട വിഷയമാണ്. അതുകൊണ്ട് വാദപ്രതിവാദത്തിനുള്ള വെല്ലുവിളി ഏറ്റെടുത്ത് രംഗത്ത് വന്നു എന്ന് പറഞ്ഞ് വാദിച്ച് രംഗത്ത് വന്ന ഈ പറയുന്ന പാവം സഖാഫി അദ്ദേഹം ഇന്നലെ സംവാദ പ്രഖ്യാപനം എന്ന് പറഞ്ഞിട്ടാണ് പരിപാടി നടത്തിയതെങ്കിലും കേട്ട് കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഇത് സംവാദത്തിലില്ല പ്രഖ്യാപനമാണ് എന്നുള്ളതാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് അള്ളാഹു ഞങ്ങൾക്ക് തന്ന അവസരമാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ അകപ്പെട്ടു പോയ ആദർശ പാപ്പരത്വം നിങ്ങളുടെ ഉള്ളിൽ തന്നെ തിളച്ചു മറിയുന്നുണ്ട്. മുദബ്ബിറുൽ ആലം CM മടവൂരാണ് എന്ന് നിങ്ങൾ പറയുകയും പ്രഖ്യാപിക്കുകയും ഒക്കെ ഇങ്ങനെ പ്രചരിപ്പിക്കുകയൊക്കെ ചെയ്തിങ്ങനെ മുന്നോട്ട് പോയെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ ഉള്ളകത്ത് ആരൊക്കെയോ ചെറിയ തരത്തിലുള്ള തിരുവെളിച്ചം അതിങ്ങനെ തെളിയിച്ചു തരുമ്പോൾ നിങ്ങൾക്കിപ്പോൾ അത് പറയാൻ തന്നെ കഴിയാത്ത അവസ്ഥയിലേക്ക് മാറി. മുദബ്ബിറുൽ ആലം അത് CM മടവൂരാണ് എന്ന് ഞങ്ങൾക്ക് വാദമില്ല
എന്ന് പറയുന്ന തലത്തിലേക്ക് നിങ്ങൾ ഉയർന്നുയർന്നാണ് അവസാനം സലഫിയാകുന്നത്. വഹാബി എന്ന് അപ്പോഴാണ് നമ്മുടെ വിമർശകർ നമ്മളെ വിളിക്കുന്നത്. അങ്ങനെയാണ് മാറുന്നത്, അങ്ങനെയാണ് ഞങ്ങളൊക്കെ മാറിയത്. എന്നിട്ടാണ് ഞങ്ങളിപ്പോൾ സംവാദത്തിന് നടക്കുന്നത്. ഇതുപോലെ ഇൻഷാ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് തന്നാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം സർവ്വ കള്ളത്തരീക്കത്തുകൾക്കുമെതിരെ, സർവ്വ ചൂഷണങ്ങൾക്കുമെതിരെ, അന്ധവിശ്വാസങ്ങൾക്കെതിരെ, അനാചാരങ്ങൾക്കെതിരെ ഒന്നിച്ചു നിന്ന് പോരാടാൻ കഴിയണം. തൗഫീഖ് ഉണ്ടാകണം. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ കുറച്ച് ശക്തമായ ഭാഷയോ അതല്ലെങ്കിൽ അത്തരത്തിലുള്ള വാക്കുകളോ ഉപയോഗിക്കുന്നുവെങ്കിൽ ഇതൊരു മാറ്റത്തിന് വേണ്ടിയാണ്, ഇതൊരു ചർച്ചയ്ക്ക് വേണ്ടിയാണ്, ആ ചർച്ചയുടെ തുറന്ന വഴികൾ തുറന്നു കിട്ടാൻ വേണ്ടിയാണ് എന്ന് മനസ്സിലാക്കുക. അടിസ്ഥാനപരമായി കാന്തപുരം സമസ്തയുമായി ഞങ്ങൾക്ക് സംവദിക്കേണ്ടത് 2 വിഷയമാണ്. അനസിന്റെ വെല്ലുവിളി സ്വീകരിച്ചു, ഞാൻ റെഡി എന്ന് പറഞ്ഞ് രംഗത്ത് വന്ന വാളക്കുളം സഖാഫി ആദ്യം മുദബ്ബിറുൽ ആലമിൽ സംവാദം നടത്തണം. രണ്ടാമത് ഈ റസൂലുള്ളാഹിന്റെ പേരിൽ കൊണ്ടുവന്ന വ്യാജമുടിയുമായി ബന്ധപ്പെട്ട വാദത്തിൽ സംവാദം നടത്തണം. അതിനുശേഷം അദ്ദേഹത്തിന് എന്തെങ്കിലും വിഷയമുണ്ടോ ഇങ്ങോട്ട് വെച്ചോ, ഞങ്ങളത് അംഗീകരിച്ച് സംവാദം നടത്തും. ആദ്യം ഈ 2 സംവാദങ്ങൾക്ക് ശേഷം സഖാഫിക്ക് ഞങ്ങൾ അവസരം തരും. കേന്നമിൻ്റെ ആദർശം, അതിൻ്റെ തൗഹീദ് കേന്നമിന് തന്നെ എതിരാണോ അല്ലേ? വാളക്കുളം സഖാഫിക്ക് അങ്ങനെ ഒരു സംവാദത്തിന് ആഗ്രഹമുണ്ടോ? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ 2 സംവാദങ്ങൾ നടന്നാൽ പിന്നെ പ്രയോറിറ്റി ആ സംവാദത്തിനാണ്. ആ രൂപത്തിൽ നമ്മൾ ചർച്ച ചെയ്യും. ആ വിഷയങ്ങൾ കൃത്യമായി പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ മനസ്സിലാക്കും. അങ്ങനെ മനസ്സിലാക്കി അള്ളാഹുവിൻ്റെ ദീൻ അത് നേർക്ക് നേരെ പഠിച്ചു മനസ്സിലാക്കി ഉൾക്കൊണ്ട് തൗഹീദിൻ്റെ മാർഗത്തിൽ സുന്നത്തിൻ്റെ വഴിയിൽ നേർക്കുനേരെ മുന്നോട്ട് പോകാൻ നമുക്ക് പരിശ്രമിക്കാം, നമുക്ക് അധ്വാനിക്കാം. നമ്മുടെ ഈ പരിശ്രമങ്ങൾ അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. നാളെ ആഖിറത്തിൽ റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ്റെ മുന്നിൽ വിജയിക്കുന്ന മുത്തഖീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ സർവമാന പാപങ്ങളും റബ്ബ് സുബ്ഹാനഹു വ തആല പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.